ഗായ്സ്, നമ്മളാണ് ഒരു പുതിയ പീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പീഡിയൻ്റെ വിശേഷങ്ങളാണ് വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നതാണ്. നമ്മുടെ പീഡിയ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ നമുക്ക് നേരം പീഡിയൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഈ പീഡിയയിൽ കുറച്ച് മുതലാളിമാരുണ്ട്. ഈ കുറച്ച് കുട്ടികൾ ചേർന്നുണ്ടാക്കിയ ഒരു പീഡിയ അങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇത് കുറച്ച് മുതലാളിമാരും ഉണ്ട്, പണിക്കാരുണ്ട്. അപ്പോൾ ആരാണ് ഈ മുതലാളിമാരും പണിക്കാരുള്ളതെന്ന് നോക്കട്ടോ. കയറി പോകുമ്പോൾ കാണാൻ വരുന്നത് ഒരു ബ്ലാക്ക് ഷർട്ടുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടീൻ്റെ പേരെന്താണ്? സൊട്ടു. റിയൽ പേരെന്താണ്? മുഹമ്മദ് അൻഫ. അപ്പോൾ നിങ്ങൾക്ക് ഈ സൊട്ടു എന്നുള്ള ഈ ഒരു പേര് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ സൊട്ടു എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് ഇമോജി ചെയ്യട്ടെ. അപ്പോൾ ഒരു റയർ പേരാണോ സൊട്ടുള്ളത്? ഓക്കെ, സൊട്ടു ഇവിടുത്തെ ആരാണ്? ഏത് പണിക്കാരനാണോ? ഞാൻ ഇവിടുത്തെ സെക്കൻഡ് ഓണറുമാണ്, ഒരു പണിക്കാരനുമാണ്. ഓക്കെ, സെക്കൻഡ് ഓണറും പണിക്കാരനാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു പണി ചെയ്യുന്നത്? ഇവിടെ ഇപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ നിങ്ങൾ വെക്കുന്നുണ്ട്? ഞങ്ങളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പച്ചടിയാണ്. ഇവിടെ സദ്യ ഉണ്ട്, പിന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി മെഗാ സദ്യ എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണോ? യെസ്, അതിനുള്ള പച്ചടിയാണ് അപ്പൊ ഉണ്ടാക്കുന്നത്. അതാണ് കൊറേ സമയം പിടിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടറിയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെന്നിട്ട് നമ്മളെ ഒന്നാമത്തെ മുതലാളിയാണ്. മുതലാളി ഇവിടെ എന്താ ചെയ്യുന്നത്? കൂട്ടാണ്, കണക്കൊക്കെ കൂട്ടി. ഇപ്പൊ എത്ര ആയിട്ടുണ്ട് പൈസ ഒക്കെ ഇവിടെ ഇന്നത്തെ ഒരു കച്ചവടത്തിന്? കച്ചവടം എണ്ണിക്കൊണ്ടു 3000. അതായത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കണക്കാണ് പറയുന്നത്. വെറും 3000 രൂപ ഉച്ച സംഭവിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇവരൊക്കെ രാത്രി കച്ചവടം ഞാൻ ഒരു ടോട്ടൽ എത്ര ഉണ്ടാവില്ല രാത്രി വേറെയൊക്കെ ആണെങ്കിൽ? ഒരു 9000. ഈ ഒരു പീഡിയ ആരാണ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതൊക്കെ? താങ്കളാണ്? ഇവനും വരുമ്പോഴാണ് ഈ ഒരു പീഡിയ ഡിസൈൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു കറക്റ്റ് ഒരു പണ്ടത്തെ കാലത്ത് ഒരു പീഡിയ പോലെ തോന്നുന്നുണ്ട്. ഈ പഴയൊക്കെ തൂക്കിയിട്ടപ്പോൾ ഉണ്ടോ ഒരു പണ്ടത്തെ അതുകൊണ്ട്. ഇവിടെ എന്താണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ? എന്താണ് ഇവിടുത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ? എന്താണ് കൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഇവിടെ ഒരു മെഗാ സദ്യ ഉണ്ട് ഉച്ചക്ക്. അപ്പൊ ഇവിടെ നല്ല റോബസ്റ്റ് പഴം ഉണ്ട്. ഇതെന്ത് പഴമാണ്? ആണിപ്പൂവും പഴമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ ജോലികളുടെ പങ്കിട്ട് താഴെ നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ജോലി പങ്കിട്ട് നിൽക്കുന്നത്? എനിക്ക് ഫ്രിഡ്ജിന്റെ അകത്തുള്ള ഇവിടെ 7up, പെപ്സി, അങ്ങനെ ചായ, വട, ചായകളൊക്കെ ഉണ്ടാക്കണ പണിയായിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ പേരെന്താണ് എനിക്കറിയില്ല. ഡാഡുവിന് ഇവിടെ കൊടുത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു 7up ഉണ്ട്. അങ്ങനെ 7up ഗ്ലാസ്സൊക്കെ നിങ്ങൾ ഇതുണ്ടോ 7up ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്ലാസ് ഉണ്ട്. അത്രയും കണ്ടിട്ടൊരു നമ്മളൊരു ബിയർ കുടിക്കണൊക്കെ ഗ്ലാസ് പോലുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? സാധനം നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ അടിയിലൊരു ഫ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജ് കാണുന്നത് കേട്ടോ. ഇതാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ ഫ്രിഡ്ജ്. കണ്ടോ? ഇതിലെന്തൊക്കെ ഫുള്ള് കുപ്പികളുടെ ഒരു അലങ്കാരം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെന്താണ് ഈ ഒരു സാധനം? സോഡക്കിടാനുള്ള ഉപ്പ്, പഞ്ചസാര, അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതൊക്കെ ആരുണ്ടാക്കിയത്? ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ചേട്ടാണ് ഞാൻ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മണ്ണ് കൊണ്ടായാലും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വട, അതൊക്കെ അല്ല റിയലിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ? നിങ്ങൾ കാണാൻ പറ്റിയത് റിയലിസ്റ്റിക് ആയിട്ടാണ് എല്ലാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. റിയലിസ്റ്റിക് ആൻഡ് റിയലിസ്റ്റിക് ആയിട്ട് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ? ഇത് നമ്മളെ കട്ട്ലേറ്റ്, നമ്മളെ ഇതൊക്കെ ഉണ്ട്. പുതിയൊരു ഇൻവെൻഷൻ കൊടുത്തതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയാണ് കേട്ടോ. ഇവിടെ ഒരു നമ്മളെ ചായ അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി എന്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. ഏട്ടാ, എന്തൊക്കെ സ്പെഷ്യലാണെന്ന് ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ പച്ചടിയാണ്. ഇതാ അവിടെ കൊണ്ടാക്കാൻ പോവാണ്. സാമ്പാർ കാണിച്ചിട്ടോ? സാമ്പാർ ഇതാ. സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് വരും. എന്നാ വേണ്ടി ആരാണെന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? ഓക്കെ, നമുക്ക് എന്തായാലും ഈ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈ ഒരു പാക്കറ്റ് കവർ കാണുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവർ എന്താ പറയുക നമ്മൾ തിന്ന പ്ലാസ്റ്റിക് അടച്ച് ഇങ്ങനെ ക്ലിപ്പ് വെച്ചുണ്ടാക്കിയതാട്ടോ. ഉണ്ടോ? അപ്പോൾ ഇവിടെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? പാട്ടക്കാറുണ്ട്, പക്ഷേ സ്പീക്കർ ഓക്കെ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് കണക്കൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ കുറേ ഇലകളൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓല വെച്ചപ്പോഴാണ് ഇതിന് റിയലിസ്റ്റിക് ഈ ഓലമേനെ പീഡിയ അങ്ങനെയുള്ള ഇത് കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ ഉച്ചക്കത്തേക്ക് ഞങ്ങള് ഒരു ചെറിയൊരു കടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ആ കടി ഉണ്ടാക്കാണ് ഇപ്പൊ ചോറിന്റെ കൂടെ ഞങ്ങൾ കൊടുക്കുന്ന ഒരു എരിവൊക്കെയുള്ള ഒരു കടിയാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശ്രീ കൃഷ്ണ ജയന്തിയുടെ സ്പെഷ്യൽ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മെഗാ സദ്യ കഴിക്കേണ്ടതാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ മെഗാ സദ്യ കഴിച്ചിട്ട് നമ്മളിന്ന് പോവുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും മെഗാ സദ്യ കഴിച്ചിട്ട് തന്നെ പോവല്ലേ. എപ്പോഴാണ് സദ്യ റെഡി ആവുക? സദ്യ റെഡി ആവാ ഇപ്പൊ ടൈം എത്ര ഉണ്ടാവും? ഒരു മണി, 1 മണിയോ, ഒരു 1:30 ഒക്കെ ആവും. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാതെ വരെ നമുക്ക് വ്ളോഗും ചെയ്ത് കൊണ്ട് ഇവിടെ എല്ലാ സദ്യയും തിന്നുന്നുണ്ട്. സദ്യൻ്റെ എല്ലാ ഒരുക്കങ്ങളും റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനല്ല ഇന്ന് തിന്നുന്നത്, ഞാനല്ല ഇന്നിവിടെ സദ്യ തിന്നുന്നത്, വേറെ ആളെന്നാണ് സദ്യ നമ്മളെ. അപ്പം എൻ്റെ ഇവിടെ ഇതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു മണ്ണ് കൊണ്ടായാലും ഇത്രയും നല്ല ഇതിലാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുട്ടിപ്പിടി ഇവരെണ്ണം ഉണ്ടാക്കി ഈ കുട്ടിപ്പിടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണം. അത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പീഡിയ ഒരു ഓൾഡ് കാലത്തുള്ള ഒരു പീഡിയ തോന്നുന്നുണ്ടെങ്കിൽ ലെസ്റ്റ് ഓൾഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ 2 കുട്ടികളെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഇവിടെ സദ്യേൻ്റെ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ട് കേട്ടോ. സദ്യയിൽ ഇതേപോലെ എന്തൊക്കെ നോക്കാം വിഭവങ്ങളായിട്ട് നമ്മുടെ ഇതെന്ത് സാധനമാണ് ഏട്ടാ? ഇതെന്ത് സാധനമാണ് ഈ സാധനം? അത് പച്ചടി. അവിടെ പച്ചടി ഉണ്ട്. പിന്നെ നമ്മൾ കട്ട്ലൈറ്റ്, ഇതൊരു സ്പെഷ്യൽ കട്ട്ലൈറ്റ്, ഇതാണ് മെഗാ സദ്യ. കട്ട്ലൈറ്റ് ഉണ്ട്, കടുക്ക പൊരിച്ചതുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മെഗാ സദ്യ. വേറെ പച്ചടി എന്താണ്? വേറെ പച്ചടി വേറെ ഒരു ടൈപ്പ് പച്ചടിയാണ് ഇത്. ഓക്കെ, ഇനി ഇവിടെ സദ്യ വിളമ്പ് തിരക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്തായാലും കുറച്ച് വീഡിയോ എടുത്തിരിക്കാം. സദ്യ വിളമ്പ് വരെ വെയിറ്റ് ചെയ്യട്ടെ. ഇതെന്താണ് ഈ സാധനം? ഇതാണ് ഒരു മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കടി. ആ കടി നമ്മൾ എൻ്റെ അടുത്തേക്ക് വെക്കാൻ പറ്റില്ല. ഇത് ഒരു അലീന കടിയാണ്, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വെച്ചത്. ശർക്കര ചോറ്. അപ്പൊ മെഗാ സദ്യ പറഞ്ഞ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സദ്യ ഉണ്ടാവാത്ത കടുക്ക് പൊരിച്ചതുണ്ട്, കട്ട്ലൈറ്റ് ആണ് ഇതിൽ മെഗാ സദ്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാധനം. ഞങ്ങളുടെ ചോറ് വിളമ്പി കൊടുക്കാറുണ്ട്. ചോറ് വിളമ്പാട്ടായി ചോറ് വിളമ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൽ പൂ പോലത്തെ ചോറ്. ഇത് റെഡിയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ചേട്ടാ. ഇതാ അപ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു സാധനം കണ്ട് കുടിക്കാം. സദ്യൻ്റെ പകുതി പണി എത്തിയിട്ടുണ്ടല്ലേ ചേട്ടാ? എവിടെ എത്തിയുണ്ട് സദ്യൻ്റെ പണി? അവനെ വെച്ചു വെള്ളം കുടിക്കാട്ടോ. വെള്ളം കുടിക്കാട്ടോ. അപ്പൊ സദ്യയിൽ എന്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് പച്ചടി, ഇതിപ്പ്, ഇത് എനിക്കറിയില്ല, ഇത് കട്ട്ലേറ്റ്, ഇത് കടുക്ക പൊരിച്ചത്, ഇത് റോബസ്റ്റ് പഴം, ഇത് പഴം, ഇത് പായസം, ഇത് വെള്ളം. ഇതിന് ചീഫ് ഗസ്റ്റ് അതൊക്കെ ചേച്ചി ആട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സാമ്പാർ. ഞാൻ ഈ വിദേശത്ത് നിന്ന് വന്നതിനോണ്ട് കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, സ്പൂണ് തരും. നല്ല കൊള്ളാൻ മോനെ. അപ്പോൾ ഗൈസ് കഴിച്ചോണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചേച്ചി സാധനം? ഒന്നും പറയാനില്ല. രസം കുറച്ച് വയ്ക്കൂ. രസം മതി. പായസം അപ്പോൾ നമ്മൾ വീഡിയോ വൈകിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ എന്താ എനിക്ക് സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പീഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അതുതന്നെ ഈ ഒരു കുട്ടി പീഡിയ ഈ 2 കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വെറും ലൈക്ക് ആണെങ്കിൽ അടുത്ത നമ്മൾ ഈ ഒരു വീഡിയോ എന്തൊക്കെ ഇൻവെൻഷൻ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്താൽ ഇവരത് ചെയ്തിരിക്കും അല്ലേ. അപ്പം നമ്മൾ കട്ട്ലേറ്റ് പൊരിച്ചതൊക്കെ ഇനി വൈകുന്നേരം വിറ്റ് തീരാനുള്ളതാണ്. ഇപ്പോൾ തീർന്നിട്ട് വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെക്കൻ്റെ പേര് സൊട്ടുന്നുള്ള ഈ ചെക്കൻ്റെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. തൊട്ടുള്ള പേര് റയർ പേരാണ്. നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഇടാം. അപ്പോൾ അടുത്തൊരു പേര് അടുത്ത വീട്. അപ്പോൾ എല്ലാവർക്കും ബൈ.